ഹായ് നമസ്കാരം. എണ്ണ ഒട്ടും ചേർക്കാതെ പച്ചമാങ്ങയുടെ അതേ ടേസ്റ്റുള്ള ഒരച്ചാറാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. എണ്ണ ഒട്ടും ചേർക്കുന്നില്ല, മാങ്ങേൻ്റെ ടേസ്റ്റിൽ ഒട്ടും തന്നെ വ്യത്യാസം ഉണ്ടാവില്ല, അതേ ടേസ്റ്റ്. ചീനച്ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ചൂടാകുമ്പോൾ നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഞാൻ പുല്ലൻ മുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഉണ്ടമ്മേ കഴുകി വെച്ചാൽ മോള് വള കൊണ്ടുവച്ചാൽ നേരത്തെ വന്നേരം വളയെടുത്തിട്ട് ഇട്ട് വെച്ചിന്. കഴുകി ഉണക്കിയ പുല്ലൻ മുളകും 2-3 സാധാരണ മുളകും ഉണ്ട്. നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇത് ഞാൻ പൊടിക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. നമുക്ക് എരിവിന് ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി, വറുത്തെടുത്താൽ മതി. നന്നായിട്ട് ചൂടാവണം, നാളെ പൊടിഞ്ഞ് കിട്ടുക. പൊടിഞ്ഞ് കിട്ടൽ മാത്രമല്ല നല്ല ടേസ്റ്റും ഉണ്ടാവും. മുളക് പെട്ടെന്ന് ചൂടാകുന്നില്ല, അത് വറുത്ത് കോരി വെച്ചു. ഞാനൊരു ടീസ്പൂണ് ഉലുവ ഈ ചൂടായ സമയത്ത് തന്നെ വറുത്ത് വെക്കുന്നുണ്ട്. അതും കൂടി പൊടിച്ചെടുക്കണം. കരിയാൻ പാടില്ല. നന്നായിട്ട് ചുവന്നിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്യുക. ഞാൻ 4 മാങ്ങയാണ് ഇവിടെ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുള്ളത്, ഇതുപോലത്തെ. പിന്നെ ഒരു 10 വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി, 10 പച്ചമുളക് ചെറുതായി മുറിച്ച് വെച്ചിന്. ഈ മുളക് കുറച്ച് തണുത്തിട്ടുണ്ട്, നന്നായിട്ട് പൊടിച്ചെടുക്കുക. തൊണ്ടയിലും മൂക്കിലെല്ലാം ഇത് അറിയിക്കൂ. മുളക് തണുത്തിട്ടുണ്ട്, പൊടിച്ചെടുക്കുക നന്നായിട്ട്. മുളക് പൊടിയുടെ കൂടെ ഈ ഉലുവയും കൂടി ചേർത്ത് ഒന്ന് നന്നായി പൊടിച്ചെടുക്കുക. പിന്നീട് കടുകും ചേർത്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. മുളക് പൊടീൻ്റെ കൂട്ടത്തിൽ ചേർത്തിട്ട് കടുക് ചേർത്തിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് കൊണ്ടുവന്നു. നമുക്ക് ഉപ്പ് ചേർത്ത മാങ്ങ നമുക്കിഷ്ടമുള്ള വലുപ്പത്തിൽ മുറിച്ചെടുക്കുക. ചെറുതാണെങ്കിൽ ചെറുങ്ങനെ അരിഞ്ഞിട്ട് തരിച്ചിട്ടെല്ലാം എടുക്കുന്നവരുണ്ട്. ഇതെല്ലാം കൂടി കൈ കൊണ്ടൊന്നിങ്ങനെ കുഴച്ചെടുക്കുക. 2 മണിക്കൂർ മുമ്പേ ഉപ്പ് ചേർത്ത് വെച്ചാൽ മാങ്ങക്കൊരു പദം ഉണ്ടാവും, ഒരു സോഫ്റ്റായിട്ട് ഇങ്ങനെ. ഞാനിപ്പാണ് ഉപ്പ് ചേർത്ത് വെച്ചത്. നമുക്ക് മുളക് പൊടി, ഈ പൊടിയെല്ലാം കൂടി നമുക്ക് എത്രയാണോ എരിവ് ആവശ്യം. പിന്നെ പച്ചമുളക് കൂടുതൽ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇത്രയും ഒരു കളറ് വേണ്ടേ. എരിവ് മാത്രം പോരല്ല, ഒരു ഭംഗി വേണ്ട. അതുകൊണ്ട് പുല്ലൻ മുളക് ചേർത്താൽ ഒരു കളറ് കിട്ടും. പിന്നെ നമുക്ക് കുപ്പിയിലേക്ക് വാരി ഇടാം. എന്നിട്ടാകുമ്പം വെള്ളം, ഈ തിളപ്പിച്ചാറിയ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുക. തിളപ്പിച്ച് തണുത്ത വെള്ളം, ചൂടുവെള്ളം ഒഴിച്ചാൽ മാങ്ങേൻ്റെ ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാകും. പച്ചമാങ്ങേൻ്റെ അതേ ടേസ്റ്റുള്ള അച്ചാറല്ലേ വേണ്ടത്. അതുകൊണ്ട് തിളപ്പിച്ച് തണുത്ത വെള്ളം ഒഴിക്കുക. ഈ കടുക് ചേർക്കുന്നത് കൊണ്ട് ഈ അച്ചാർ അത്ര പെട്ടെന്നൊന്നും ചീത്തയാവില്ല, നമുക്ക് ഉപയോഗിക്കാം കുറച്ച് ദിവസം. നല്ല പച്ചമാങ്ങേൻ്റെ അതേ ടേസ്റ്റിൽ, എണ്ണ തീരെ ചേർക്കുന്നില്ലല്ലോ. മാങ്ങേൻ്റെ അതേ ടേസ്റ്റ് മാത്രം, എരിവും. നല്ല പുളിയുള്ള മാങ്ങയാണ്, സിർക്കേൻ്റെ ആവശ്യം വരുന്നില്ല. 4 മിനിറ്റിനുള്ളിൽ അച്ചാർ റെഡിയായി. ഞാൻ കുപ്പിയിലേക്ക് മാറ്റി. ഇത്രയേ ഉള്ളൂ, വലിയ കുപ്പിയാണ്. കുറച്ചും കൂടി ഒരു 10-12 മാങ്ങ അച്ചാറാക്കാൻ പറ്റും. ഇതൊന്ന് ഉടഞ്ഞിട്ടാകുമ്പോൾ 2 ദിവസം കഴിഞ്ഞ് ഉടഞ്ഞിട്ടാകുമ്പോൾ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, അല്ലെങ്കിൽ പുറത്ത് വെച്ചാലും കേടാവില്ല. നല്ല ടേസ്റ്റുള്ള കടുമാങ്ങയായത്. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക. ഇത്രയും പൊടിവാക്കിയിട്ടുണ്ട്. നമുക്ക് മാങ്ങേൻ്റെ കൂടെയെല്ലാം ചേർക്കാം. അച്ചാറിനാണെങ്കിൽ അച്ചാറിന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പഴുത്ത മാങ്ങേൻ്റെ കൂടെയെല്ലാം ഉപ്പും ഇതും ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.